ബേസിക് മാത്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് രണ്ട് തരത്തിലുള്ള സംഖ്യകളാണ്: റേഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സും, ഭിന്നകങ്ങളും അഭിന്നകങ്ങളും. ഭിന്നകങ്ങളെന്ന് പറഞ്ഞാൽ p/q എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും ഭിന്നകങ്ങളെന്ന് പറയും. p/q എന്ന രൂപത്തിൽ എഴുതാൻ കഴിയാത്ത സംഖ്യകളെ അഭിന്നകങ്ങളെന്നാണ് പറയുക. √2, √3, √5 ഇവയൊക്കെ അഭിന്നകങ്ങളാണ്. എണ്ണൽ സംഖ്യകളും അതോടൊപ്പം തന്നെ അഖണ്ഡ സംഖ്യകൾ, പൂർണ്ണസംഖ്യകളെല്ലാം തന്നെ ഭിന്നകങ്ങളാണ്. അപ്പോൾ ഭിന്നകങ്ങളും അഭിന്നകങ്ങളുമാണ് ഇതുവരെ നാം പഠിച്ച സംഖ്യകൾ. ഇനി രണ്ട് സംഖ്യകളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഖ്യാസമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട സംഖ്യകളെല്ലാം പൂർത്തിയാവുകയാണ്. അതിലൊന്ന് റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സ് റിയൽ നമ്പറിനെ യഥാർത്ഥ സംഖ്യകൾ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് ഇമാജിനറി നമ്പറാണ്, സാങ്കല്പിക നമ്പർ. ഇമാജിനറി നമ്പർ. ഇപ്പോൾ റിയൽ നമ്പറും ഇമാജിനറി നമ്പർ, യഥാർത്ഥ സംഖ്യകളും അയഥാർത്ഥ സംഖ്യകളുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള സംഖ്യകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഭിന്നകങ്ങളും അഭിന്നകങ്ങളും, റേഷണൽ നമ്പറും ഇറേഷണൽ നമ്പറും എല്ലാം ചേർന്നതാണ്. റേഷണലും ഭിന്നകങ്ങളും അഭിന്നകങ്ങളും കൂടി ചേർന്നതിനെയാണ് റിയൽ നമ്പർ എന്ന് പറയുക. അല്ലാത്തതെല്ലാം ഇമാജിനറി നമ്പറാണ്. ഭിന്നകങ്ങളും അഭിന്നകങ്ങളും ചേർന്ന സംഖ്യകളെയാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയും. റിയൽ നമ്പർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഖ്യകൾക്ക് സംഖ്യാരേഖയിൽ കൃത്യമായിട്ടുള്ള സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ ഒരു സംഖ്യാരേഖ വരച്ചു കഴിഞ്ഞാൽ ആ സംഖ്യാരേഖയിൽ നമുക്ക് 0 അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയും. 0 എന്ന് പറഞ്ഞാൽ അഖണ്ഡ സംഖ്യയാണ്. 1, 2, 3 എല്ലാം അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയും. അപ്പോൾ നെഗറ്റീവ് എണ്ണൽ സംഖ്യയാണ്. -2, -3 ഇങ്ങോട്ട് അടയാളപ്പെടുത്താൻ കഴിയും. ഇത് നെഗറ്റീവ് പൂർണ്ണസംഖ്യകളാണ്. പൂർണ്ണസംഖ്യ അടയാളപ്പെടുത്താം, അഖണ്ഡ സംഖ്യകൾ അടയാളപ്പെടുത്താം, എണ്ണൽ സംഖ്യകൾ അടയാളപ്പെടുത്താം, ഭിന്നസംഖ്യ ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയാൽ 1/2 ആണ്. 1/2 അല്ലെങ്കിൽ 0.5 ആണ്. ദശാംശ സംഖ്യ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയും. എല്ലാ സംഖ്യകളും ഇതിൻ്റെ മുകളിൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ റേഷണൽ നമ്പേഴ്സിൻ്റെയും, റേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഭിന്നകങ്ങളെയും ഈ സംഖ്യാരേഖേൻ്റെ മുകളിൽ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയും. ഇനി ഇറേഷണൽ നമ്പറായിട്ടുള്ള √2, √3 ഇങ്ങനെയുള്ളതിനെ ഇതിൻ്റെ മുകളിൽ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയും. അതെങ്ങനെയാണ് അടയാളപ്പെടുത്തുക? അത് നേരിട്ട് √2ൻ്റെ വില 1.414 ഇങ്ങനെ തുടർച്ചയായി പോകുന്നതിനാൽ ഈ സംഖ്യാരേഖേൻ്റെ മുകളിൽ ഈ ദശാംശ സംഖ്യയായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ അടയാളപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധ്യമല്ല. അപ്പോൾ അതിന് നമ്മൾ ബദലായിട്ട് മറ്റൊരു മാർഗ്ഗം കണ്ടെത്തുകയാണ്. അത് ജോമെട്രിക്കൽ മെത്തേഡ് എന്നതിന് പറയുക, അല്ലെങ്കിൽ ജാമിതീയ രൂപം എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയാണ്? മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മട്ടത്രികോണത്തിൻ്റെ പൈതഗോറിയൻ ബന്ധം, ഇത് വീണ്ടും നമ്മൾ പിന്നീട് പറയുന്നതാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ പറയുകയാണ്. പാദം 1 ലംബം 1 ആണെങ്കിൽ കർണം 1² + 1² സമം 1 + 1 സമം 2. അതിൻ്റെ കർണം അതിൻ്റെ റൂട്ടായിരിക്കും. √1² + 1² സമം √1 + 1 സമം √2 ആയിരിക്കും. അപ്പോൾ ഇത് √2 ആണ്. അപ്പോൾ √2, ഈ നീളം √2 ആണ്. അപ്പോൾ ആ നീളം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയും. സ്കെയിൽ വെച്ച് ഇവിടത്തേക്ക് 1 യൂണിറ്റ് അടയാളപ്പെടുത്തി, കുത്തനെ ലംബമായിട്ട് 90 ഡിഗ്രി എടുത്തിട്ട് ലംബമായിട്ട് ഇവിടെയും 1 യൂണിറ്റ് അടയാളപ്പെടുത്തി, ഇനി കർണം ഇവിടത്തേക്ക് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് √2 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഇനി കോമ്പസിൻ്റെ സ്റ്റീലഗ്രം ഇവിടെ വെച്ച് പെൻസിലഗ്രം ഇവിടത്തേക്ക് വളർത്തി ഒരു ചാപ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ മുട്ടുന്നത് ഇത് √2 ആയിരിക്കും. അപ്പോൾ സംഖ്യാരേഖേൻ്റെ മുകളിൽ √2 അടയാളപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയും. ഇതേപോലെ ഇവിടുന്ന് 1 വരച്ച് കഴിഞ്ഞാൽ വീണ്ടും √3 അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റും. √5 ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട്, പൈതഗോറിയൻ ബന്ധം ഉപയോഗിച്ചിട്ട് നമുക്ക് സംഖ്യാരേഖേൻ്റെ മുകളിൽ റൂട്ട് സംഖ്യകളൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയും. അതായത് അഭിന്നകങ്ങളെ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയും. അപ്പോൾ സംഖ്യാരേഖയിൽ ഭിന്നകങ്ങൾക്കും അഭിന്നകങ്ങൾക്കും സ്ഥാനമുള്ളതുകൊണ്ട് അവയെല്ലാം യഥാർത്ഥമായ സംഖ്യകളാണ്. അത് അനുഭവിക്കാൻ, നേരിട്ട് തൊടാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ വേണ്ടി, വരക്കാൻ വേണ്ടി കഴിയുന്ന സംഖ്യകളാണ് ഈ റിയൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഭിന്നകങ്ങളും അഭിന്നകങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള സംഖ്യകളെയാണ് റിയൽ നമ്പർ എന്ന് പറയുക, അല്ലെങ്കിൽ യഥാർത്ഥ സംഖ്യകൾ എന്ന് പറയുക. ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ -4 എടുത്തു കഴിഞ്ഞാൽ റൂട്ടിനുള്ളിൽ 2 സംഖ്യ ഗുണിച്ചു കഴിഞ്ഞാൽ ഒരേ സംഖ്യയായിരിക്കണം -4 കിട്ടേണ്ടത്. അപ്പോൾ ഒരിക്കലും 2 ഒരേ സംഖ്യയില്ല. കാരണം നെഗറ്റീവ് സംഖ്യയുടെ ഗുണനക്രിയ നമ്മൾ പഠിക്കുമ്പോൾ വീണ്ടും പറയും. അപ്പോൾ ഇവിടെ -2ഉം +2ഉം ഗുണിച്ചാൽ മാത്രമേ -4 കിട്ടുള്ളൂ. അപ്പോൾ ഇത് വ്യത്യസ്ത സംഖ്യകളാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള വർഗ്ഗമൂലമില്ല. വർഗ്ഗമൂലം ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ഇമാജിനറി നമ്പറാണെന്ന് പറയാം.
അപ്പോൾ നെഗറ്റീവ് റൂട്ടുള്ള സംഖ്യകളൊക്കെ ഇമേജിനറി നമ്പറാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഖ്യകളുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയാത്ത, നമുക്ക് ഫീൽ ചെയ്യാത്ത, തൊടാൻ കഴിയാത്ത, അല്ലെങ്കിൽ വരക്കാൻ കഴിയാത്ത, അടയാളപ്പെടുത്താൻ കഴിയാത്ത സംഖ്യകളെ, സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്താൻ കഴിയാത്ത സംഖ്യകളെ നമ്മൾ ഇമേജിനറി നമ്പർ എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പറയുന്ന രണ്ട് സംഖ്യകൾ, റിയൽ നമ്പറും ഇമേജിനറി നമ്പറും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ച സംഖ്യാ സമ്പ്രദായത്തിൽ എല്ലാ സംഖ്യകളും ഇപ്പോൾ ഉൾപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ റിയൽ നമ്പറിൽ റേഷണൽ നമ്പർ വന്നു, ഭിന്നകങ്ങൾ വന്നു, അഭിന്നയങ്ങൾ വന്നു. അപ്പോൾ ഭിന്നകങ്ങളും അഭിന്നയങ്ങളും ചേർന്നപ്പോൾ ഒരു വലിയ സംഖ്യാകൂട്ടം അതിനകത്ത് വന്നു. അല്ലാത്തതെല്ലാം ഇമേജിനറി നമ്പർ വന്നു. അപ്പോൾ മൊത്തത്തിൽ സംഖ്യകളെ നമുക്ക് രണ്ടായിട്ട് ചുരുക്കാം. ഒരു വലിയ സംഖ്യാസമ്പ്രദായത്തെ ഒരു വലിയ മരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇത് സംഖ്യാസമ്പ്രദായമാണെങ്കിൽ ഇതിനകത്ത് റിയൽ നമ്പറിൻ്റെ ഒരു ബ്രാഞ്ച്, ഇമേജിനറി നമ്പറിൻ്റെ ഒരു ബ്രാഞ്ച്. ഇത് റിയലിൻ്റെ ബ്രാഞ്ചാണ്, ഇത് ഇമേജിനറിൻ്റെ ബ്രാഞ്ചാണ്, ഇമേജിനറി നമ്പറിൻ്റെ ബ്രാഞ്ച്. ഈ റിയലിൻ്റെ അകത്ത് വീണ്ടും രണ്ട് ബ്രാഞ്ചായി. ഒന്ന് റേഷണലാണ്, പിന്നെ മറ്റേത് ഇറാഷണലാണ്. ഇമേജിനറി നമ്പറിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഈ നെഗറ്റീവ് റൂട്ട് -4 പോലുള്ള സംഖ്യകളാണ് ഈ ഇമേജിനറി നമ്പറിൻ്റെ അകത്ത് വരുന്നത്. ഇറേഷണലിൻ്റെ അകത്ത് റൂട്ട് 2, റൂട്ട് 3 ഇങ്ങനെയുള്ള സംഖ്യകൾ. പിന്നെ പൈ എന്ന് പറയുന്ന സംഖ്യയും അതിനകത്ത് വരും, അത് പിന്നീട് പറയാം. പൈ ഉൾപ്പെടെയുള്ള സംഖ്യകളൊക്കെ ഇറേഷണൽ നമ്പറാണ്. റേഷണലിൻ്റെ അകത്ത് എല്ലാ സംഖ്യകളും വരും. അതിനകത്ത് നാച്ചുറൽ നമ്പർ വരും, ഹോൾ നമ്പർ വരും, ഇൻറ്റിജേഴ്സ് വരും, പിന്നെ ഫ്രാക്ഷൻസ് വരും, എല്ലാം ഡെസിമൽ വരും. ഇതൊക്കെ ഈ റേഷണൽ നമ്പറിൽ പെടും. അപ്പോൾ ഇങ്ങനെയാണ് പ്രധാനമായിട്ടും ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ട്രീയെ നമുക്ക് ചിത്രീകരിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്പർ സിസ്റ്റത്തിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് സംഖ്യകൾ, ഒന്ന് റിയൽ നമ്പർ, മറ്റേത് ഇമേജിനറി നമ്പർ. റിയലിനകത്ത് റേഷണൽ നമ്പർ വന്നു, ഇറേഷണൽ നമ്പർ വന്നു. ഇമേജിനറി നമ്പറിനകത്ത് മറ്റ് സംഖ്യകളൊന്നും നമുക്കിവിടെ സൂചിപ്പിക്കാനില്ല. നെഗറ്റീവ് റൂട്ട് പോലുള്ള സംഖ്യകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ യൂണിവേഴ്സിൽ കാണുന്ന സംഖ്യകളെ റിയൽ നമ്പേഴ്സും ഇമേജിനറി നമ്പേഴ്സുമായിട്ട് മാറ്റാൻ വേണ്ടി കഴിയും. ഇപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ അകത്ത് റേഷണൽ നമ്പറും പെട്ടു, ഇറേഷണൽ നമ്പറും പെട്ടു. അപ്പോൾ റേഷണലിൽ ആരെല്ലാം പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി, ഇറേഷണലിൽ ആരൊക്കെ പെടുന്നു എന്ന് മനസ്സിലാക്കി. ഇതാണ് നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. നമുക്ക് ഇനി ഇതിൻ്റെ ഓപ്പറേഷൻസാണ്, ക്രിയകളാണ് പഠിക്കേണ്ടത്. അത് അടുത്ത ക്ലാസ്സിലേക്ക് ആലോചിക്കാം.